നമ്മുടെ കാലുകൾ മനോഹരമാക്കുവാൻ സമാധാന സുവിശേഷത്തിന്റെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായ ഒരു വേദഭാഗം വായിക്കാം. ഉത്തമഗീതം 7-ാം അധ്യായം 2-ാം വാക്യം, അതിൽ ആദ്യ ഭാഗം. പ്രഭുകുമാരി, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. ആലങ്കാരിക പ്രയോഗങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ശലോമൻ രാജാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായും ശൂലേംകാരത്തി സ്ത്രീ മണവാട്ടിയാകുന്ന കാന്തയാകുന്ന ദൈവസഭയുടെ നിഴലായും ഈ പുസ്തകത്തിൽ നിർലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശൂലേംകാരത്തി സ്ത്രീയോട് ശലോമോൻ രാജാവ് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. പ്രഭുകുമാരി, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. ആ കാലിന്റെ മനോഹരത്വം ആസ്വദിക്കുമ്പോൾ, സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ അതിനെ എത്രത്തോളം സൗന്ദര്യമുള്ളതാക്കി തീർത്തത്, അതിനെ എത്രത്തോളം മനോഹരത്വമുള്ളതാക്കി തീർത്തത് അത് ആഭരണം ചെയ്യപ്പെട്ട ചെരുപ്പിനാലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശലോമോൻ രാജാവ് പറയുന്നത്, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. പുതിയ നിയമസഭയിലേക്ക് ആത്മമണവാളൻ ആകുന്ന കർത്താവായ യേശുക്രിസ്തു മണവാട്ടിയാകുന്ന കാന്തയാകുന്ന ദൈവസഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. ചെരുപ്പിനാൽ ആ കാല് മനോഹരത്വമുള്ളതാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കി. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടതിന് സർവായുധ വർഗം ധരിക്കുവാൻ പറഞ്ഞിട്ട് പൗലോസ് ഓരോ ഘടനയെക്കുറിച്ചും പറഞ്ഞിട്ട് പറയുകയാണ്, കാലിന് ചെരുപ്പാക്കി സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിങ്ങൾ ധരിക്കണം. അതൊരു വേറൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത്, സമാധാന സുവിശേഷത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കി. നാം അറിഞ്ഞ സുവിശേഷത്തിന്റെ അടിസ്ഥാനം, നാം അറിഞ്ഞ സുവിശേഷത്തിന്റെ സന്തോഷം നമ്മുടെ കാലിന് ഉറപ്പായി നാം ധരിക്കണം. അത് ഉറപ്പായി ധരിക്കുമ്പോൾ പോരാട്ടത്തിൽ പോരാടേണ്ടതിന്, നമുക്ക് യുദ്ധക്കളത്തിൽ ഉറപ്പോടെ നിൽക്കേണ്ടതിന് ആ സമാധാന സുവിശേഷത്തിന്റെ അടിസ്ഥാനം നമ്മളെ സഹായിക്കും. ആ അടിസ്ഥാനം നാം അനുഭവിച്ച സമാധാനത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, ഒരു ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിൽ മടിയില്ല. മറ്റുള്ളവരുമായി അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നതിൽ മടിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കി നിങ്ങൾ ധരിക്കണം. അപ്പോൾ ആ കാലിന് അല്പം കൂടെ ഉറപ്പേകും. ആ ഉറപ്പിൽ നിൽക്കുന്ന കാലിന്റെ മനോഹരത്വം കർത്താവ് ആഗ്രഹിക്കും. ആ സൗന്ദര്യം കർത്താവ് ആഗ്രഹിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കാലുകൾ മനോഹരമാക്കുവാൻ സമാധാന സുവിശേഷത്തിന്റെ അടിസ്ഥാനമാകുന്ന ചെരുപ്പ് ധരിച്ച് മുന്നേറി യുദ്ധക്കളത്തിൽ നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ട് ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.